പർളിക്കുന്ന് ഇസ്ലത്തുൽ ഇസ്ലാം മദ്രസയിൽ തികച്ചും ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്തുന്ന മാതൃകയിൽ തന്നെയാണ് മദ്രസ തെരഞ്ഞെടുപ്പ് നടന്നത്. വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, സൂക്ഷ്മ പരിശോധന, സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച പരസ്യപ്രചരണം, മൗനപ്രചരണം, കലാശക്കൊട്ട് തുടങ്ങി ജനാധിപത്യ രീതിയിൽ തന്നെയാണ് നടന്നത്. വരണാധികാരികളുടെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് എന്ന മദ്രസ അധ്യാപകർ പറയുന്നു. 4 തസ്തികകളാണ് നിയമിച്ചിട്ടുള്ളത്. 1 മദ്രസ ലീഡർ, 2 SKSBV, 3 മദ്രസ ചെയർപേഴ്സൺ, 4 ലൈബ്രറിയൻ എന്നീ രീതികളിൽ കുട്ടികളിൽ ജനാധിപത്യ വോട്ടിംഗ് രീതിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോ കുട്ടികളോട് ചോദിക്കുമ്പോൾ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ഭരണഘടന അങ്ങനത്തെ നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെ തന്നെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ നേടാൻ പറ്റും. അപ്പോൾ മദ്രസയിൽ വരുന്നതോടുകൂടി അങ്ങനത്തെ ഒരുപാട് അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2 ബൂത്തുകളിലായി നടന്ന തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെയും ബൂത്ത് ലെവൽ ഓഫീസറുടെയും ബൂത്ത് ഏജന്റുമാരുടെയും മേൽനോട്ടത്തിലായിരുന്നു ഇലക്ഷൻ നടന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി മാറി. മലനാട് ന്യൂസ്, മീനങ്ങാടി.